നിയമമന്ത്രി കൂടിയായിരുന്ന ആളാണ്. ഈ പോക്സോ പോലുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ അത് സ്വമേധയാ കേസെടുക്കാം. ചിലത് അതാ ഞാൻ പറഞ്ഞത്, അത് കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ സ്വമേധയാ കേസെടുക്കാം ചില കാര്യങ്ങളിൽ. പക്ഷേ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ടോ കമ്മിറ്റിയുടെ ഭാഗമായിട്ടോ വരുന്ന മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി FIR ഇടാൻ പറ്റില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. ഉമ്മൻചാണ്ടി കേസിൽ കോൺക്ലേവ് എന്തിനാണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ്. അത് ഈ അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സാധാരണ നിലയിൽ പറയുക ഓറൽ ഡയറിയ എന്നാണ് പറയുക. പറഞ്ഞ മനസ്സിലായില്ലേ? എന്തെങ്കിലും ഗവൺമെൻറ്റിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ല വിശ്വാസത്തിൽ ഗവൺമെൻറ് ചെയ്യുന്നതും ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നതിൻ്റെയും ഭാഗമായി എത്ര ആൾക്കാരുടെ പേരിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട നടൻ ജയിലിൻ്റെ ഉള്ളിലായിരുന്നില്ലേ? ആ നടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോട്ടോ എടുത്താറാ ഞങ്ങളാണോ? ആരായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്? ഏത് MLA ആയിരുന്നു സ്വീകരിച്ചത്?